ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ ഒത്തിരി സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ടിപ്പ് ഞാനിവിടെ ഇളനീരെടുത്തിട്ടുണ്ട് കേട്ടോ. നാളികേരം നമ്മൾ ഇളനീര് വാങ്ങിയിട്ടൊക്കെ കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ അത് നമ്മളിവിടെ ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ പൊട്ടിച്ച് അതിലുള്ള തേങ്ങയിലെ വെള്ളം എടുത്തിട്ടുണ്ട്. ചിലത് നല്ല കാമ്പ് നല്ല ഇളമ്പായിരിക്കും. അപ്പം നമുക്കത് ജസ്റ്റ് കോരിയെടുത്താൽ മതി. ചിലത് കുറച്ച് കട്ടിയായിട്ടുണ്ടാവും, തേങ്ങയുടെ ഒരു 1/4 ഭാഗം ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ 2 തേങ്ങയുടെ വെള്ളവും നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ എന്നിട്ട് അതിനെ നെടുവായി പൊട്ടിച്ചിട്ട് തേങ്ങനെ അതിൽ നിന്ന് ആ തേങ്ങനെ നമുക്കൊന്ന് തോണ്ടിയെടുക്കാം കേട്ടോ. ഇത് സോഫ്റ്റ് തന്നെയാണ്, പക്ഷെ ഒരുപാട് സോഫ്റ്റ് അല്ല, എന്നാലും ഒരു അത്യാവശ്യം തേങ്ങയുടെ പരുവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെ ഇതുപോലെ ഒന്ന് കത്തി യൂസ് ചെയ്ത് തോണ്ടി നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകി അതിൻ്റെ പുറം ഭാഗം ഉണ്ടല്ലോ, ആ ബ്രൗൺ ഷെയ്ഡ്, അത് നമ്മൾ ആ ബ്രൗൺ കളറുള്ള ആ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അത് മാറ്റുക കേട്ടോ. തൂവെള്ള എണ്ണ ആക്കാനായിട്ടാണ് നമ്മളിങ്ങനെ എല്ലാം ഇതുപോലെ എടുത്തിട്ട് നമ്മൾ പിന്നെ ഇതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ. കുഞ്ഞ് പീസാക്കിയിട്ട് എത്ര ചെറുതാക്കാൻ പറ്റുന്നോ ആ ഒരു രീതിയിൽ നമ്മളിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഫുള്ളായി തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ അധികം 1/4 ഭാഗത്തിലും കൂടുതലായിട്ട് നമ്മൾ ഈ തേങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് യൂസ് ചെയ്യാനായിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ തേങ്ങയുടെ വെള്ളം ഉണ്ടല്ലോ, ആ തേങ്ങ വെള്ളം നമ്മൾ അരിച്ച് വെച്ചതും കൂടെ നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം കൂടുതലുള്ളത് കൊണ്ട് മാത്രം ഞാൻ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ല, തേങ്ങ വെള്ളം കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പാൽ കുറച്ച് കൂട്ടി ഒഴിക്കാം കേട്ടോ. ഇതൊന്ന് അരയുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. നല്ലോണം അരച്ചെടുക്കേണ്ട, ഇതുപോലെ തരിതരിപ്പോട് കൂടി തന്നെ നമ്മളൊന്ന് അരച്ച് അതിനൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു പാനിലേക്ക് ഇതുപോലൊരു ചില്ലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അത് നന്നായി തുടച്ചതിന് ശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഒരു കപ്പോളം തന്നെ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ വാനില എസൻസ് ചേർക്കണം. വാനില എസൻസ് ഇല്ലെങ്കിൽ നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ വാനില എസൻസ് കഴിഞ്ഞു പോയതുകൊണ്ട് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീറ്റർ വേണമെന്നില്ല, മിക്സിയിൽ വേണമെങ്കിൽ മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ശരിക്കും കേക്കിനൊക്കെ ആക്കി നല്ല സ്റ്റിഫായിട്ട് ആക്കില്ലേ, അതുപോലെ ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് ലൂസായി തന്നെ നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ വെള്ളവും പാലൊക്കെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു കൂട്ട് നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മിൽക്ക് മെയ്ഡ് നമ്മളിപ്പോൾ ഇതിൽ പഞ്ചസാര നമ്മൾ വേറെ ചേർക്കുന്നില്ല. തേങ്ങയിൽ അത്യാവശ്യം മധുരമുണ്ട്, തേങ്ങ വെള്ളത്തിലും മധുരമുണ്ട്. പിന്നെ വിപ്പിംഗ് ക്രീമിനും എൻ്റെ അത്യാവശ്യം മധുരമുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ഒരു എക്സ്ട്രാ പഞ്ചസാര ചേർക്കുന്നില്ല. കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചിട്ട് ഇതിനെല്ലാം കൂടെ ജസ്റ്റ് നന്നായി ഒന്ന് കൂട്ടി ഒന്ന് അടിച്ചെടുക്കാം. കൂടുതൽ സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഇതെല്ലാം ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പൂണ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും. അപ്പോൾ ഇതിനിതുപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം നമ്മളിതിനൊരു ബോക്സിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുണ്ടല്ലോ, അത് ലാസ്റ്റായിട്ട് നമ്മൾ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ച് വയ്ക്കാം, ഒരു കണ്ടെയ്നറിൽ ഒഴിച്ച് വയ്ക്കാം. അതായത് നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഒരു 2 തേങ്ങ അല്ലെങ്കിൽ ഒരു തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ഇളനീരുണ്ടെന്നുണ്ടെങ്കിൽ മതി. ഇളനീര് തന്നെ വേണമെന്നില്ല, നമുക്കൊരു മുപ്പായിട്ടുള്ള തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിലും മതിയാവും കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു ബോക്സിലാക്കിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതൊരു 6 മണിക്കൂർ നേരം നമ്മൾ ഫ്രീസറിനകത്ത് വയ്ക്കുക. അപ്പോൾ അത് 6 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സ്കൂപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതില്ലാത്തത് കാരണം ഇതുപോലൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നമ്മളിത് ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പുറത്തു നിന്നൊക്കെ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. നോർമലായിട്ടുള്ള ഐസ്ക്രീമിൽ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമിന്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ വീട്ടിൽ തന്നെ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമുക്ക് വിപ്പിംഗ് ക്രീം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ തേങ്ങ അത്യാവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലൊരു ഐസ്ക്രീം തയ്യാറാക്കി നോക്കുക കേട്ടോ. നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു തലേ ദിവസം നമ്മളിതുപോലെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനും, പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.
ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മളിത് ഒരു മൺപാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ശരിക്കും ഒരു 2 പിടി അളവിൽ പൈനാപ്പിൾ ഉണ്ടല്ലോ, പൈനാപ്പിൾ ഇതുപോലെ ചെറിയ പീസാക്കി കൊത്തി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ്, അത് വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഞാൻ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് നേരം നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ ആയത് കാരണം നല്ല പഴുത്തിട്ടില്ല കേട്ടോ, ഒരു ചെറിയൊരു പച്ച ടൈപ്പായിട്ടുള്ള പൈനാപ്പിളാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അതിൻ്റെ പുറന്തോട് പച്ച കളറായിരുന്നു. എന്നിട്ട് നമ്മളിതിലേക്ക് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഇത് നന്നായി ഒന്ന് വെന്ത് വരും. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. ഒരു പിടിയോളം തന്നെ നമ്മൾ തേങ്ങ എടുത്ത് അതിലേക്ക് ഇടുക. പിന്നെ നമ്മളതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ നല്ല ജീരകവും ഉണ്ടല്ലോ, നല്ല ജീരകവും ചേർത്ത് പിന്നെ കുറച്ച് കട്ട തൈരും കൂടെ ചേർത്തിട്ട് നമ്മളിതിനൊന്ന് നന്നായി അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ നമ്മളിതിനൊന്ന് അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ഇടാവുന്നതാണ്. എന്നിട്ട് നമ്മൾ വെള്ളമൊന്നും തന്നെ ചേർക്കണ്ട കേട്ടോ, ഇതിന് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പെട്ടെന്ന് തന്നെ നമുക്കിതാ ഇതുപോലൊന്ന് ഒരു അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. എപ്പോഴേക്കും നമ്മുടെ ഈ ഒരു പൈനാപ്പിളിൻ്റെ കൂട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ വെന്ത് അതിൻ്റെ വെള്ളമെല്ലാം അത്യാവശ്യം മുഴുവനായി വറ്റിയിട്ടില്ല, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലും കൂടെ വെള്ളമുണ്ട്, കുഴപ്പമില്ല. ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് ഈ ഒരു അരപ്പുണ്ടല്ലോ, ആ അരപ്പ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിക്കുക. പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല, നമ്മൾ തൈരൊക്കെ ചേർത്തിരിക്കുകയാണല്ലോ, അങ്ങനെ ഇത് മാത്രം മതിയാവും കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കടുക് താളിക്കാനുണ്ട്. 2 വറ്റൽമുളകും കടുകും വെളിച്ചെണ്ണയിൽ തന്നെ കടുക് താളിക്കണം കേട്ടോ. കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമുക്കിതിനൊന്ന് കടുക് താളിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടിയാണ്. നമുക്കിതിൽ മുളക് പൊടി നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ശരിക്കും ഒരു അവിയലിൻ്റെ ആ ഒരു കളറ് നമുക്ക് കിട്ടും. ഇത് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഓണമൊക്കെ വരാറായില്ലേ, അപ്പോൾ നമുക്ക് ഓണസദ്യക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ തയ്യാറാക്കിയപ്പോൾ അറിയാത്തവർക്കായിട്ട് ഒന്ന് ജസ്റ്റ് അറിയാലോ, കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടതാണ്. ഇപ്പോൾ അടുത്തതായിട്ട് നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇരട്ടി മധുരം കൊണ്ടുള്ള കുറേ നല്ല ടിപ്സാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇരട്ടി മധുരം നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതിനുശേഷം നമ്മൾ അതിനെ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിതുപോലെ തന്നെ പൊടി മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കറ്റ് നമുക്ക് വെറും ഒരു 65 രൂപയ്ക്ക് നമുക്ക് കിട്ടിയതാണ്. ഇതിന് നമ്മൾ അതിനകത്ത് 2 പാക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് പല കാര്യങ്ങൾക്കായിട്ട് ഈ ഒരു ഇരട്ടി മധുരം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഇരട്ടി മധുരം ഉപയോഗിക്കാനായിട്ട് കുറച്ച് ഇതുപോലെ ഒരു 1/4 ടീസ്പൂണോളം തന്നെ നമ്മൾ ഈ ഒരു ഇരട്ടി മധുരത്തിന് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇത് നമ്മൾ തൊണ്ടയിൽ നമ്മളിങ്ങനെ ഗാർഗിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ടവേദനയും അതുപോലെ തന്നെ തൊണ്ടയിലെ വരൾച്ചയും കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കും. അതുപോലെ ചുമയുള്ള സമയത്ത് തൊണ്ടയിലെ ഇറിറ്റേഷനൊക്കെ ശമിക്കാനും നല്ല രീതിയിൽ തന്നെ ആശ്വാസം കിട്ടാനും ഈ ഒരു ഇരട്ടി മധുരമിട്ട വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ വയറിലെ അസ്വസ്ഥതകളും, അപ്പോൾ ചില സമയത്ത് നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം കാരണം നെഞ്ചെരിച്ചിലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കുറയ്ക്കാനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ. ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും ദഹനം എളുപ്പമാക്കാനൊക്കെ സഹായിക്കും. പിന്നെ ഇത് കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ ഹൈഡ്രേഷൻ നിലനിർത്താനൊക്കെ ഹെൽപ്പാക്കുകയും ചെയ്യും കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഇതുപോലൊരു ചായ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ഒരു പൊടി മാത്രം ഇട്ടിട്ട് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആസിഡിറ്റിൻ്റെ പ്രശ്നമൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഞാനിവിടെ ആവണക്ക എണ്ണ എടുത്തിട്ടുണ്ട്. ആവണക്ക എണ്ണയിലേക്ക് ഇതൊരല്പം ഒരു പൊട്ട ആവണക്ക എണ്ണ മാത്രം ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഒറ്റിച്ച് കൊടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഒരു പൊടി ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ പാടുകൾ, മുഖക്കുരു വന്ന പാടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഇതൊന്ന് ജസ്റ്റ് തൊട്ടിട്ട് ഇങ്ങനെ സ്പോട്ട് ചെയ്താൽ മതി കേട്ടോ. നല്ല മുഴുവനായിട്ട് അപ്ലൈ ചെയ്യേണ്ട, ആ ഒരു ഭാഗത്ത് മാത്രം നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് രാവിലെ എണീച്ച് നോർമലായിട്ട് നമ്മൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് വന്നിട്ടുള്ള ആ ഒരു മാർക്ക്, മുഖക്കുരു വന്നിട്ടാണെങ്കിലും അതുപോലെ ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാൻ ഇത് വളരെ നല്ലതാണ്. ഇപ്പം ഞാനിത് ഈ ഒരു പൗഡർ എടുത്തിട്ടുണ്ട്, ഇരട്ടി മധുരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാല് വേണമെന്നുണ്ടെങ്കിൽ പച്ചപ്പാലോ കാച്ചിയ പാലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ റോസ് വാട്ടർ ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ ആലോവേര ജെല്ല്, അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് മുൾത്താൻ മിട്ടിയൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഒരു ഫേസ് പാക്ക് ആക്കി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് നല്ല ബ്രൈറ്റ്നെസ് ആവാനും മുഖത്ത് ഉള്ള കുരുക്കളും മുഖക്കുരു വന്നിട്ടുള്ള ആ ഒരു പാടുകളും പോകാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇരട്ടി മധുരം കിട്ടുന്ന സമയത്ത് വാങ്ങുക. വേരോടുകൂടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങി ഉണക്കി പൊടിച്ച് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഇതുപോലെ പൗഡർ അവൈലബിൾ ആണ് കേട്ടോ.
അപ്പോൾ ഇത് നമ്മുടെ ഫേസിനും നമ്മുടെ ഹെൽത്തിനും ഒക്കെ ഇരട്ടി മധുരം വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.